സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കരഞ്ഞ് പറയുന്നത് എന്താ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഈ വിവാഹം വേണ്ട മുത്തശ്ശി, എനിക്ക് പേടിയാവണം, എനിക്കിതെന്തോ ശരിയാവുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ മാറ്റക്കല്യാണം നല്ല കാര്യമാണ്. അത് മാത്രമല്ല നിന്റെ അച്ഛൻ നാട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, അവർ സന്തോഷമായിട്ട് നടക്കുന്നുണ്ടില്ലേ, നിന്റെ അച്ഛൻ സമ്മതിക്ക് പോലില്ല മോളെ. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട മോൾ. 2 ദിവസം കൊണ്ടാകെ മുഖമൊക്കെ വാടി കരിഞ്ഞു പോയല്ലോ, മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയോട് ഒന്നും തുറന്ന് പറയുന്നില്ല. ആ സമയത്ത് നമ്മുടെ അമ്മ വരുന്നുണ്ട്. അവളുടെ രീതി അച്ഛൻ വിളിക്കുന്നു പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിക്കും. അച്ഛനെ സ്വർണ്ണം എടുക്കാൻ വ്യാഴാഴ്ചയാണ് നല്ല ദിവസം എന്ന് പറയുന്നതിൻ്റെ കൊടുക്കാൻ പറയും. പിന്നീട് അച്ഛ എന്ന് വിളിക്കുമ്പോൾ മോളെ സ്വർണ്ണം എടുക്കാൻ നമുക്ക് വ്യാഴാഴ്ച എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ചെതറപ്പോൾ വേണ്ടാന്ന് മാത്രം പറയരുത് മോളെ, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, ഈ വിവാഹം നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആനന്ദവർമ്മ ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും മിത്രയ്ക്ക് അവരോട് പറയാനും പറ്റുന്നില്ല. എന്നാൽ മിത്ര ആകെ വിഷമത്തിലും വല്ലാത്തൊരു ടെൻഷനിലൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസിന്. മീനാക്ഷിയുടെ ഓഫീസിൽ മീനാക്ഷി എന്നോട് ഒരു ഫയലോ മീനാക്ഷി ഒപ്പിടാത്തത് കൊണ്ട് പാസ്സാവാണ്ട് കിടക്കുന്നുണ്ട്. മീനാക്ഷിയുടെ കൂട്ടുകാരി വന്ന് പറയുന്നുണ്ട്, അത് നിന്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളല്ലേ എന്ന് വെച്ചപ്പോൾ ബന്ധുക്കളല്ല ശത്രുക്കളാണ്. പക്ഷെ ബന്ധുക്കളും ശത്രുക്കളും ഒന്നും ഇതിലില്ല. ഞാൻ കള്ളത്തരത്തിൽ കൂടെ ഒന്നും ചെയ്യില്ല, നീ പൈസ മേടിക്കില്ല, മറ്റുള്ളവർ മേടിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ മേടിച്ചോട്ടെ, പക്ഷെ ഞാൻ ഒപ്പിട്ടിട്ട് മറ്റുള്ളവർ വാങ്ങണ്ടെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും പിന്നീട് ആനന്ദേട്ടൻ്റെ കല്യാണക്കാരും ചോദിക്കുന്നുണ്ട് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് കാണാൻ പോയില്ല, ആ മഹാൻ ഞങ്ങളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞ് എന്തോ മൂത്തതോ ഇളയതോ എന്നൊക്കെ പറഞ്ഞ് വിഷയമൊക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിറപ്പോൾ നല്ലൊരു മനുഷ്യനാണ് ആനന്ദേട്ടൻ. ഇപ്പം എനിക്കൊരു വാശിയായി ആനന്ദേട്ടൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പറയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമൻ, അതായത് നമ്മുടെ ധർമ്മൻ അച്യുതനോട് പറയുന്നുണ്ട്, ചേട്ടാ കല്യാണത്തിന് ഗോമതേച്ചിനെ വിളിക്കുക ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ലടാ എൻ്റെ ചേട്ടൻ പറഞ്ഞ അതേ വാക്കുള്ളൂ ധർമ്മ, നീ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട, എന്തായാലും പറയില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഏട്ടത്തി പറയുന്നുണ്ട്, എടാ നീ ഇവരുറപ്പിച്ച കാര്യമുണ്ടെങ്കിൽ നീ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വഴക്ക് ഇടാനും വഴക്ക് കേൾക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയും. ഗോമതി ചേച്ചി എന്തായാലും ഒരേ ഒരു അനിയത്തിയില്ലേ പറഞ്ഞപ്പോൾ ഇല്ല, അവളായിട്ടുള്ള ഒരു ബന്ധം ഇല്ല, അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ച് പറയേ വേണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അയാൾ അകത്തേക്ക് പോകും ധർമ്മനോട്. അപ്പോൾ ചേട്ടത്തി പറയുന്നുണ്ട്, എടാ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, ഇനി അവർ മാറ്റില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവമംഗലത്തിന്. ദേവമംഗലത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് നമ്മുടെ ധർമ്മൻ. പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി മാറ്റ കല്യാണമാണ്, ലോകിന് ഇങ്ങോട്ടും ഇവിടെ മിത്രേനെ അങ്ങോട്ടും കൊണ്ടുവന്നപ്പോൾ അതെയോ നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി നല്ല സന്തോഷത്തിലൊക്കെ നിൽക്കുകയായിരിക്കുള്ളൂ. എല്ലാവരും ഉണ്ട് ആ സമയത്ത്. ബാലനാണെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന സമയത്ത് നീ ഇത് കേൾക്കണത് കല്യാണം എന്നുള്ള കാര്യം. ചേച്ചി അതല്ല രസം, കല്യാണത്തിന് ചേച്ചിനെ വിളിക്കുന്നില്ല എന്ന് ധർമ്മൻ ഒരു പൊട്ടൻ്റെ പോലെ പറയുമ്പോൾ ഗോമതി പെട്ടെന്ന് ആകെ വിഷമിച്ച് ഞെട്ടുന്നുണ്ട്. എന്നെ വിളിക്കുന്നില്ല, അത് അവരാകെ ഒരേ അനിയത്തിയല്ലേ, ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അനിയത്തിയും ചേട്ടത്തിയും പോയിട്ട് അയൽവക്കം എന്നുള്ള നിലയ്ക്കെങ്കിലും വിളിക്കില്ലെന്ന് വെച്ചപ്പോൾ ഇല്ല ചേച്ചി, ഞാൻ എല്ലാവരോടും പറഞ്ഞു നോക്കി, അവരാരും ചേച്ചിനെ വിളിക്കില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചില്ലെങ്കിൽ വേണ്ട, മാമൻ എന്തേന്നൊക്കെ നമ്മുടെ ആര്യം ചോദിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് മറഞ്ഞു നിന്ന ബാലൻ നല്ലോണം വിഷമിച്ചൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഗോമതി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്, വിളിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഓരോരോ അനിയത്തി എന്തെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ അവർ മറുപടി പറഞ്ഞോളും, അല്ലാണ്ട് ഇപ്പം എനിക്ക് എന്താ കുഴപ്പം, അവരെ കല്യാണത്തിന് പോകണമെന്നൊന്നും എനിക്കൊരു നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇപ്പം മനസ്സിലായി, രക്തബന്ധമല്ല വലുത്, ആത്മബന്ധമാണ്, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ വീട്ടിൽ, എന്നെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഈ വീട്ടിലുണ്ട്, എനിക്ക് അവരെ സ്നേഹവും വേണ്ട, അവരെ കല്യാണവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുക്കളയ്ക്ക് പോകും. പെട്ടെന്ന് തന്നെ കാല് മടങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ മക്കളും മരുമോളൊക്കെ ഓടി ചെന്ന് കഴിഞ്ഞിട്ട് അമ്മനെ പിടിച്ച് താങ്ങുന്നൊക്കെ ഉണ്ട്. പിന്നാലെ ബാലനും ഓടി വരുന്നുണ്ട്. ഗോമതി നിനക്ക് എന്ത് പറ്റി എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ല ബാലേട്ടാന്നൊക്കെ പറയും. അച്ഛാ അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകണ്ട, ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറുന്നൊക്കെ പറഞ്ഞ് ഗോമതിനെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് ബാലൻ. പിന്നെ കാണിക്കുന്നത് മിത്രനെയാണ്. ഈ രാത്രിയിൽ മിഥുൻ മരിച്ചെന്നും അതുപോലെ മിത്രനെ കൊന്നൊക്കെ ഉള്ളൊരു സ്വപ്നം കണ്ട് മിത്ര അലറി വിളിക്കുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ മുത്തശ്ശി ഓടി ചെല്ലുന്നുണ്ട്, എന്താ മോളേന്ന് വെച്ചപ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടു മോളേന്ന് പറഞ്ഞപ്പോൾ എന്ത് സ്വപ്നമാണ് മോളെ, മോശമുള്ളതാണോന്ന് വെച്ചപ്പോൾ അതേന്നൊക്കെ പറയും. എന്നാൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് ഓടിപ്പോയിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുകൊടുക്കും, മോളെ ഇത് മോളെ കയ്യിൽ വെച്ചാൽ
ഈ ഭഗവാനെ നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നിനക്ക് മനസ്സമാധാനം ഉണ്ടാവും മോളെ, നിനക്ക് നല്ല വഴി കാണിച്ചു തരും, നീ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്നൊക്കെ ഭഗവാൻ നിനക്ക് കാണിച്ചു തരും, അതുകൊണ്ട് നീ ഇതിനെ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ മീനാക്ഷി കൃഷ്ണനൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ വിഗ്രഹം ചേർത്ത് പിടിക്കുമ്പോൾ മീനാക്ഷിക്ക് ഒരു സമാധാനം, സോറി മിത്രയ്ക്ക് ഒരു സമാധാനം കിട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. മോളെ ഇപ്പം നിനക്ക് ഇത്തിരി സമാധാനം ഉണ്ടോയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആ ഉണ്ട് മുത്തശ്ശി അങ്ങനെ പറയുന്നുണ്ട്, ഉണ്ട് എനിക്ക് സമാധാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കല്യാണക്കാര്യം ആനന്ദവർമ്മ ഭാര്യനോട് പറയുന്നുണ്ട്, ആരോടും ഇപ്പോൾ പറയേണ്ട, കല്യാണം കുറി അടിച്ച് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി, പ്രത്യേകിച്ച് ആ ബാലൻ എന്ന് പറയും. അതിനുശേഷം അമ്മനോട് പറയുന്നുണ്ട്, അമ്മ ആ ചേട്ടൻ്റെ പേടി ആ ബാലൻ കല്യാണം മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആര് കല്യാണം മുടക്കിയാലും ബാലൻ മുടക്കൂല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് ബാലൻ അറിയുന്ന പോലെ നിങ്ങൾക്ക് ആർക്കും ബാലൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാലൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയ കാര്യമൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. പിന്നീട് ബാലൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയത് ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ മുടങ്ങിയത് അറിഞ്ഞ് അങ്ങനെ അച്യുതവർമ്മ അവർ നമ്മുടെ ധർമ്മനോട് പറഞ്ഞ് പരിഹസിക്കുന്നൊക്കെ ഒരു ഭാഗമുണ്ട്. പാകണ്ട, കല്യാണം മുടങ്ങണം, ഇവിടെ ഞങ്ങളുടെ മക്കളെ കല്യാണത്തിനേക്കാൾ മുന്നേ അവൻ്റെ മോൻ്റെ കല്യാണം നടത്താൻ നോക്കിയതല്ലേ, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് പൊട്ടി ചിരിക്കൊക്കെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് മിത്ര വന്നിട്ട് പറയും, ചെറിയ എനിക്ക് ചെറിയനോട് കാര്യം പറയാനെന്ന് പറയുമ്പോൾ എന്തേ മോളെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ എന്ന് ചേച്ചി വന്ന് പറയും, ഇവൾക്ക് വരുന്നോടും പോണവരോടൊക്കെ പഠിച്ചാൽ മതി കല്യാണം വേണ്ടാന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളെ എനിക്ക് നിന്നോട് ആകെ ഒരു ഉപദേശം തരാനുള്ളൂ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ചെറിയച്ഛൻ്റെ അവസ്ഥയാവും എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ പിണങ്ങി പോകുന്നൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ ബാലേട്ടൻ നടക്കാൻ പോയിട്ട് ഉഴുന്നുവടയൊക്കെ കൊണ്ട് വരുന്നുണ്ട്. അനുശ്രീയുടെ കയ്യിൽ ഉഴുന്നുവട കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് തന്നെ കസാരയിൽ കയറി നിന്നിട്ട് പറയുന്നുണ്ട്, ഗോമതി ചായ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ പെട്ടെന്ന് മീനാക്ഷിനെ എത്തിക്ക് വരുന്നത്, ഗുഡ് മോർണിംഗ് അച്ഛാന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും ബാലൻ പറയില്ല മീനാക്ഷിയോട്, ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കും. എൻ്റെ ചായ കൊണ്ടു കൊടുക്കുമ്പോൾ ഗോമതി എന്താ അത് ശരി, അമ്മയല്ലേ കെടുക്കണത്, അമ്മയ്ക്ക് വയ്യാതുള്ളത് അച്ഛൻ അറിഞ്ഞില്ലയോ, ഞാനതൊരു നിമിഷം മറന്നുപോയിന്ന് ആര്യനോട് പറയുന്നുണ്ട്. ആര്യനും ആകാശും അതുപോലെ തന്നെ മാമനും വന്ന് നിൽക്കുന്നുണ്ട്. മീനാക്ഷി കൊണ്ടു കൊടുക്കുന്ന അച്ഛ ചായ നല്ല ചായയാണ് അച്ഛൻ കുടിച്ചോ, ഞാൻ ഉണ്ടാക്കിയ ചായ എന്നൊക്കെ പറയും. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് മീനാക്ഷിയുടെ നിർബന്ധം കൊണ്ട് ബാലൻ ആ ചായ കുടിച്ചൊഴിക്ക് ബാലൻ ചാടി എഴുന്നേറ്റ് ചോദിക്കും, ഇതുള്ള ചായയാന്ന് ചോദിക്കും. അതെ അച്ഛാ ഇത് ചായയാണെന്ന് പറയും. നിങ്ങളെല്ലാവരും കുടിച്ചോ ഈ ചായ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചെന്ന് ധർമ്മനും പറയും. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമൊന്നും തോന്നില്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നില്ല, ഗോമതി ഇടുന്ന ചായ നിങ്ങൾ കുടിക്കാറില്ലേ, ആ ചായ കുടിച്ചോ, നിങ്ങളെങ്ങനെ ഈ ചായ കുടിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അച്ഛാ എനിക്കിത് 100 കൂട്ടം പണികളുണ്ട്, ഈ ചായയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ ഞാനത് ശരിയാക്കി തരാം, അല്ലാണ്ട് ചൂടാക്കാനൊന്നും പറയണ്ട. നടപ്പ് ചൂടാക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പണിയുണ്ട് എന്ന് പറയും. ഇത് ചൂടാക്കാൻ തന്നാൽ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറയും, ഇതിലൊന്നുമില്ല, അത് തന്നെ അതിൻ്റെ പോരായ്മ എന്ന് പറയും. എന്നാൽ ശരി അച്ഛൻ അടുക്കളയ്ക്കോ, അച്ഛൻ അടുക്കളയിൽ വന്ന് അച്ഛൻ ചായ ഇട്ട് കുടിക്കാൻ പറഞ്ഞാൽ എന്നോട് ചായ ഇടാൻ പറയാം, നീ ആയോ എന്നൊക്കെ ചോദിക്കും. അച്ഛന് ഞാനിടുന്ന ചായ എത്ര ചായ ഞാനിട്ടുണ്ടെന്നാലും ഈ ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ, അമ്മ ഇടുന്ന ചായ അമ്മയുടെ ചായ, അമ്മയുടെ സ്വഭാവമല്ല എനിക്ക്, അമ്മ വേറെ ഞാൻ വേറെ, അപ്പം അമ്മ ഇടുന്ന ചായ തന്നെ ഞാൻ ചായ ഇട്ടാൽ കിട്ടില്ല അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി നല്ല ചുട്ട മറുപടിയൊക്കെ പറഞ്ഞ് അടുക്കളയ്ക്ക് ഞാനൊരു ഈ ചായ കൊണ്ട് തരുമ്പോൾ അച്ഛൻ ഈ ചായ കുടിച്ചിട്ട് നല്ല ചായന് മോളേന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു എന്ന് വിചാരിച്ചത്, എനിക്ക് അഭിനന്ദനം കിട്ടാൻ യോഗമില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പോകും. പിന്നീട് ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗോമതിനോട് പറയുന്നുണ്ട്, ചായ കുടിച്ച ബാലേട്ടാ, ചായ എന്തോ സാധനം കലക്കിക്കൊണ്ട് തന്നവള്, അങ്ങനെയൊന്നും പറയല്ലേ ബാലേട്ടാ, അവൾ നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, അവളെ എന്നോട് വേണമെങ്കിൽ അടുക്കളയിൽ പോയി ചായ ഇട്ട് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഉദ്യോഗമുള്ള കുട്ടിയല്ലേ ബാലേട്ട, എന്ത് ഉദ്യോഗത്തിനേക്കാളും വലിയ ഉദ്യോഗമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അവളെ അവസരം കിട്ടിയപ്പോൾ എന്നെ ചവിട്ടി മെതിക്കാൻ നോക്കണം അവൾക്ക് എന്നോട് കുറച്ച് ദേഷ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കുറച്ച് വഴക്ക് പറഞ്ഞില്ലേ. പിന്നെയെങ്കിൽ പോയി കൊടൈക്കനാലിലെ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ചൊറുക്ക് അവൾ എന്നോട് കാണിക്കുകയാണ്, പകരം വിടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗോമതി എന്തായാലും ബാലനോട് അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലെ ചെയ്യുന്നപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ ഗോമതി എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ ബാലേട്ടാ, അവൾ നല്ല കുട്ടീനെ, അവൾ പാവം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പാവം എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാകം ഒരു ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ എന്താഗ്രഹം എന്ന് നമ്മുടെ ഗോമതി ബാലേട്ടനോട് ചോദിക്കുമ്പോൾ ബാലൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയൊക്കെയാണ് തെളിയുന്നത്. എന്താണെന്ന് അറിയില്ല, ഒരു സ്നേഹപ്രകടനമോ അങ്ങനെയുള്ളതോ, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഗോമതി, ഒരു നിമിഷം ഒരു ഇത്തിരി നേരം നീ ഇല്ലാണ്ടായപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടണ പോലെയാണ് തോന്നിയത്. അപ്പം പിന്നെ എനിക്ക് നീ ഇല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് ഇപ്പം മനസ്സിലായി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാലേട്ടൻ്റെ എന്നിട്ട് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ കള്ളച്ചിരിയോടെ
ഗോമതിനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.